മണിപ്പൂർ സംഘർഷം പുതിയ തലത്തിലേക്ക്. ഇംഫാൽ താഴ്വരയുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുകയാണ് മെയ്തൈ തീവ്രവാദ സംഘടനയായ ആരംഭായ് തെങ്കോലി. സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കിയാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം സംഘടനയുടെ കൈകളിലെത്തിയത്. സംസ്ഥാന സർക്കാർ വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന അപകടകരമായ അവസ്ഥയാണ് നിലവിൽ മണിപ്പൂരിലേത്. ഇംഫാൽ താഴ്വരയിലൂടെ തുറന്ന വാഹനത്തിൽ ആയുധങ്ങളുമായി പരേഡ് നടത്തുകയാണ് ആരംഭായ് തെങ്കോ. ഇവർക്കൊപ്പം നിരോധിത സംഘടനയായ മെയ്തൈ കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന അവസ്ഥയിലാണ്. അതിനിടെ മെയ്തൈ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരെയും നിയമസഭാംഗങ്ങളെയും ആരംഭായ് തെങ്കോൽ മണിപ്പൂരിന്റെ പ്രാദേശിക അഖണ്ഡത കാത്തുസൂക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇംഫാൽ നഗരത്തിലെ കാംഗ്ല കോട്ടയിൽ ഭീഷണിപ്പെടുത്തി എത്തിച്ച ശേഷമാണ് മന്ത്രിമാരെയും നിയമസഭാംഗങ്ങളെയും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത്. കുക്കി സംഘടനകളുമായുള്ള സമാധാന കരാർ പിൻവലിക്കുന്നതിനും അസം റൈഫിൾസിനെ പിൻവലിക്കുന്നതിനും എല്ലാ MLA-മാരും പ്രവർത്തിക്കുമെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ കോട്ടയിലെത്തിച്ചത്. BJP-യുടെ 25 MLA-മാരും കോൺഗ്രസിന്റെ 5 പേരും NPP-യുടെ 4 പേരും ജനതാൾ യുവിന്റെ 2 പേരും യോഗത്തിൽ പങ്കെടുത്തു. നാഗ MLA-മാർ വിട്ടുനിന്നു. കേന്ദ്രമന്ത്രി RK രജൻ സിംഗും സനാജോബ ലൈഷംബ MP-യും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന്റെ മിനിറ്റ്സിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗും ഒപ്പിട്ടു. ആരംഭായ് തെങ്കോളിന്റെ തലവനായ കൊറോൻഗാൻമ ഗുമാൻ യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും MLA-യുമായ K മേഘചന്ദ്രയ്ക്ക് മർദ്ദനമേറ്റു. മണിപ്പൂരിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം BJP സർക്കാരാണെന്ന് പറഞ്ഞതിനാണ് മേഘചന്ദ്രയെ മർദ്ദിച്ചത്. തടയാനെത്തിയ 2 MLA-മാർക്ക് മർദ്ദനമേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഫർ സോണിൽ അസം റൈഫിൾസ് കൂടുതൽ സേനാ വിന്യാസം നടത്തി. ആരംഭായ് തെങ്കോലും നിരോധിത ഭീകര സംഘടനകളും കുക്കി മേഖലകളിൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് സേനയെ വിന്യസിച്ചത്. ആക്രമണത്തിനൊരുങ്ങുന്നതിന്റെ വീഡിയോ സായുധ സംഘടനകൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘമാണ് ആരംഭായ് തെങ്കോലെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചിരുന്നു. ഇംഫാലിൽ നിന്ന് കവർന്നെടുത്ത 6000-ഓളം യന്ത്രത്തോക്കുകളിൽ ഭൂരിപക്ഷവും ഈ സംഘടനയുടെ കൈവശമാണുള്ളത്. കുക്കികളെ കൊന്നൊടുക്കുന്നതിൽ നേതൃത്വം നൽകുന്നത് ആരംഭായ് തെങ്കോലാണെന്നാണ് കുക്കി സംഘടനകൾ ആരോപിക്കുന്നത്. മണിപ്പൂർ സർക്കാരിനെ അപ്രസക്തമാക്കി സായുധ ഗ്രൂപ്പുകൾ ഇംഫാൽ താഴ്വരയെ നിയന്ത്രിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് മിസോറാം സർക്കാരിനെ മാത്രമേ ബന്ധപ്പെടുകയുള്ളൂവെന്ന് കുക്കി സംഘടനകൾ അറിയിച്ചു. ആരംഭായ് തെങ്കോൽ കഴിഞ്ഞ ദിവസം കാങ്പോക്പിയിലെ സദാങ്ങിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുക്കി ഗോത്ര യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. പ്രദേശത്ത് മണിക്കൂറുകളോളം വെടിവയ്പ് നടന്നു. പോലീസ് വേഷത്തിലാണ് അക്രമികൾ എത്തിയത്. മണിപ്പൂർ സംഘർഷം മാസങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. രാജ്യം വലിയ ആശങ്കയോടെയാണ് മണിപ്പൂരിലെ പ്രശ്നങ്ങളെ നിരീക്ഷിക്കുന്നത്. തുടക്കത്തിലെ അവസാനിപ്പിക്കാവുന്ന സംഘർഷം സർക്കാരുകളുടെ മൗനം മൂലമാണ് ഇത്രയധികം രൂക്ഷമായതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ കുക്കി മെയ്തൈ വിഭാഗങ്ങൾ പൂർണ്ണമായും വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണ്.